വെൽക്കം ടു അവർ കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോവുമായി വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോണത് അതായത് പനീറൊക്കെ വെച്ചിട്ടുള്ള ഒരു കട്ട്ലറ്റാണ് കേട്ടോ. സോ ഇത് ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. സോ മാക്സിമം ഞാനത് നല്ലതാക്കി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ശരി, വരും വീഡിയോയിലേക്ക് പോവാം. പിന്നെ ഇത് നല്ല ഫില്ലിംഗ് ആയിരിക്കും കേട്ടോ ഇത് കട്ട്ലറ്റ്. പക്ഷെ നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അതായത് പിന്നെ രണ്ടാമത് വന്നിട്ട് പിന്നെ ഡയറ്റ് ചെയ്യണവർക്ക് നല്ലൊരു ഇതാണ്. അതിൽ വേണമെങ്കിൽ പനീർ അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ശരി, വരും വീഡിയോയിലേക്ക് പോവാം. ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാനായി 2 നേന്ത്രക്കായ എടുത്തിട്ട് അതിനെ ഒന്ന് 4ആക്കി മുറിച്ചിട്ട് അതിനെ ഒന്ന് ആവിയിൽ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. അതവിടെ വേവട്ടെ. വൈകിട്ട് നമ്മൾ 2 ബീറ്റ്റൂട്ട് എടുത്തിട്ട് ബീറ്റ്റൂട്ടിനെ അതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ പനീറും കൂടി നമുക്ക് ഗ്രേറ്റ് ചെയ്യണം. പനീർ നിങ്ങൾക്ക് വലിയ ക്യൂബാണെങ്കിൽ ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുക. അല്ല, ചെറിയ ഇതുപോലത്തെ ക്യൂബ്സ് ആണെങ്കിൽ അതിനെ കുറേ നേരം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൈ കൊണ്ടൊന്ന് പൊടിച്ച് വെക്കുക കേട്ടോ, ഞെരടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബൈ ദ ടൈം ഇതൊക്കെ വെന്ത് കഴിഞ്ഞു കായ, അതിനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. കുത്തി നോക്കിക്കഴിഞ്ഞാൽ വെന്തോ ഇല്ലയോ എന്നറിയാം. അപ്പോൾ അതിനെയൊക്കെ എടുത്ത് പുറത്ത് വെച്ച് അതൊന്ന് തണുക്കട്ടെ കേട്ടോ. കായ അപ്പോൾ ഒന്ന് പീൽ ഓഫ് ചെയ്ത് വെക്കുക, തോലൊക്കെ. എന്നിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൈ കൊണ്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്മാഷർ കൊണ്ട് സ്മാഷ് ചെയ്യുക. ഇവിടെ കായയ്ക്ക് പകരം നമുക്ക് വന്നിട്ട് ചക്രവള്ളിക്കിഴങ്ങ് എടുക്കുക, സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ പൊട്ടാറ്റോ എടുക്കുക, അല്ലെങ്കിൽ മരച്ചീനി അല്ലെങ്കിൽ ഉള്ളിക്കിഴങ്ങ്, കപ്പ, അതൊക്കെ എടുക്കുക കേട്ടോ. ഏത് വേണമെങ്കിൽ ഓപ്ഷണലാണ്. ഓക്കെ, പിന്നെ ഇഞ്ചിയും ഒരു 5 എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കുക കേട്ടോ. നമുക്കൊരു 2 ഉള്ളിയും കൂടി ഒന്ന് നന്നായി കുനുകുനേന്ന് മുറിച്ച് വെക്കുക കേട്ടോ. ഇനി അടുപ്പിൻ്റെ അടുത്ത് പോയി തീ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ ചതച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റുക കേട്ടോ. അതൊന്ന് പച്ചമണം മാറുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലോണം വഴന്ന് കഴിയുമ്പോൾ കുറച്ച് അതിലേക്ക് ഈ വേവിച്ച് വെച്ച വാഴയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അതിൽ ഇത്തിരി ചെറിയ വാഴയ്ക്കയിൽ ചെറുതായിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഞാൻ കുറച്ച് മുളക് ക്രഷ് ചെയ്തത് ഇടുന്നുണ്ട്. മുളക് പൊടി ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ജീരകപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. വേറൊരു ബൗളിൽ ഈ പനീർ നമ്മൾ ക്രഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഈ ചതച്ച പച്ചമുളകും ഇഞ്ചിയും 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. അതിലേക്ക് മല്ലിയില, പുതിന ഇല അങ്ങനെയുള്ളതൊക്കെ ഇടാം. പിന്നെ ക്രഷ് ചെയ്ത റെഡ് ചില്ലി അല്ലെങ്കിൽ പ്ലെയിൻ ചില്ലി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതും കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ച് വെക്കുക. നമ്മുടെ ബീറ്റ്റൂട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയോ എന്തെണ്ണ യൂസ് ചെയ്യണോ അത്. എന്നിട്ട് ഈ ബീറ്റ്റൂട്ട് ഒരു ഉരുള എടുത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് നല്ലോണം വട്ട ഷേപ്പിൽ, ഏത് ഷേപ്പ് നിങ്ങൾക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് റൗണ്ടാണ് ചെയ്യണത്. റൗണ്ടിൽ പരത്തിയിട്ട് നമ്മളതിനെ ഒരു പ്ലേറ്റിൽ വെക്കുക. പിന്നെ വീണ്ടും ഒരു ഉരുള എടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് കയ്യിൽ എഗെയിൻ എണ്ണ തേക്കണം കേട്ടോ, കുറച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അതിനെ ഒന്നുകൂടി ഒന്ന് നന്നായി അമർത്തി കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക കേട്ടോ. ഷേപ്പ് ഹാർട്ട് വേണമെങ്കിൽ ഹാർട്ട് എടുക്കുക നിങ്ങൾക്ക് കേട്ടോ. എന്നിട്ട് അതിനെയും കൂടി വെക്കുക. അതിന് ശേഷം നമ്മൾ കയ്യിൽ എഗെയിൻ എണ്ണ തേച്ച് കൊടുത്തിട്ട് കൈ കഴുകുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ പനീറിലൊക്കെ റെഡ് കളർ വരും. അതുകൊണ്ട് എന്നിട്ട് അതിനെയും കൂടി ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ മക്ഡൊണാൾഡ്സ് കാണില്ലേ, അതുപോലെയാണ് ചെയ്യാൻ പോണത്. ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ഇടയിൽ ഈ പനീറിൻ്റെ ഈ ഇത് വെച്ച് കൊടുക്കുക കേട്ടോ. പനീർ നമ്മൾ വെച്ചിട്ടില്ലേ പരത്തിയത്. അതിന് ശേഷം വേറൊരു ബീറ്റ്റൂട്ട് എടുത്ത് ഇതിൻ്റെ മേലെ വയ്ക്കുക. അപ്പോൾ ഡബിൾ ഡക്കറായി അല്ലേ. എന്നിട്ട് അതിനെ ഒന്ന് നല്ലോണം പ്രസ് ചെയ്യുക. മക്ഡൊണാൾഡ്സ് ഉണ്ട പോലെ ഇല്ലേ അപ്പോൾ ഇത്. എന്നിട്ട് സൈഡൊക്കെ പനീറൊക്കെ ഒന്ന് കാണാത്ത പോലെ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് നല്ല വലുതായിരിക്കും കേട്ടോ. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 2 കഴിച്ചാൽ തന്നെ നല്ല ഫില്ലിംഗ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചൂടുള്ള തവയിൽ കുറച്ച്
ഓയിൽ പുരട്ടി കൊടുത്തിട്ട് നല്ലോണം വേണ്ട ഡീപ്പ് ഫ്രൈ ചെയ്യണവർക്ക് ചെയ്യാം കേട്ടോ. സപ്പോസ് ഇത് ബൈൻഡിങ് വരുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടി, കോൺഫ്ലവർ അല്ലെങ്കിൽ കടലമാവ് എന്തെങ്കിലും ഒരു 2 സ്പൂൺ ഇട്ടാൽ മതി, ബൈൻഡ് ആവും കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇട്ടത്, അത് എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഒരു 2 സ്പൂൺ ചേർത്താൽ മതിയാവും, അത് ബൈൻഡിങ് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ബീട്രൂട്ട് ഉടഞ്ഞു പോകും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സോ നല്ല ഷേപ്പിലും കിട്ടും, ടേസ്റ്റിന് ഒരു വ്യത്യാസമില്ല. ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ അരിപ്പൊടിയോ കോൺഫ്ലവറോ അല്ലെങ്കിൽ കടലമാവോ ഇത്തിരി ചേർത്തിട്ട് ഇതുപോലെ ബൈൻഡ് ചെയ്യിക്കാം കേട്ടോ. ഞാൻ അരിപ്പൊടിയാണ് 2 സ്പൂൺ ഇട്ടത്. ഓക്കെ, അതേപോലെ എഗെയിൻ സെക്കൻഡ് ടൈമും അതുപോലെ എടുത്ത് ഉരുളകളാക്കി ഞാൻ അതിനൊന്ന് വീണ്ടും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. രണ്ടെണ്ണം അതുപോലെ പരത്തിയെടുത്ത ശേഷം നമ്മൾ വന്നിട്ട് കൈ കഴുകിയിട്ടാണ് ഞാൻ ഇതെടുക്കണത്. ഏതാണ് പനീർ, അല്ലെങ്കിൽ പനീറിൻ്റെ കളർ എന്തായാലും ബീട്രൂട്ടിൽ വെക്കുമ്പോൾ മാറും, അത് വേറെ. പക്ഷേ ഞാൻ കാണിക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ പനീറും കയ്യിൽ വെച്ചിട്ട് അതിനെ ഒന്ന് അതുപോലെ വട്ടത്തിൽ സ്പ്രെഡ് ചെയ്യുക. സ്പ്രെഡ് ചെയ്ത ശേഷം ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അത് പനീറിനെ അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വേറെ ആ ബീട്രൂട്ട് എടുത്തിട്ട് ഇതിനെ ഒന്ന് അടയ്ക്കുക. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഒന്ന് അമർത്തിയിട്ട്. ഓക്കെ, ഇതിപ്പോൾ ഡയറ്റ് ചെയ്യണവർക്കാണെങ്കിൽ നമുക്ക് പനീർ വേണ്ടെങ്കിൽ വേണ്ട വയ്ക്കുക കേട്ടോ. അതില്ലാതെയും ചെയ്യാം നമുക്ക്. ഇതേപോലെ അസലായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം വേവണമുണ്ട് കേട്ടോ ഓൾറെഡി, നോ പ്രോബ്ലം. കുറച്ച് എണ്ണ മേലെ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടാൽ മതി. സോ അടിപൊളി നമുക്ക് കട്ട്ലറ്റ് തയ്യാറാണ്. സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു സ്പെഷ്യൽ കട്ട്ലറ്റാണ്, ട്രൈ ചെയ്യാതെ വിടരുത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണം. എനിക്ക് ഈ മെഷർമെൻറ്റ്സ് 2 വാഴയ്ക്കയും ബീട്രൂട്ടും ഒക്കെ എടുത്തിട്ട് ഈ വലിപ്പത്തിൽ എനിക്കൊരു 10 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ബീട്രൂട്ടും വാഴയ്ക്കയും കൂടിയാണ് കേട്ടോ. കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നോർമൽ കട്ട്ലറ്റ് പോലെ നമ്മൾ ഫില്ലിങ് പനീർ വെച്ചാലും. ഓക്കെ, ശരി, ഹാപ്പി കുക്കിംഗ്.